മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ ഞങ്ങൾ പൊന്നാനി ഒരു റിവ്യൂ നടത്തുകയാണ്. നാളെ മലപ്പുറം DCC ഓഫീസിൽ വെച്ച് UDF ബന്ധം ഒക്കെ വളരെ ഭദ്രമാണ്, യാതൊരു കുഴപ്പമില്ല. പൊതുവെ കേരളത്തിൽ കാണുന്ന ഒരു ട്രെൻഡ് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വന്നാൽ UDF ട്രെൻഡ് ഒരു വേവ് ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. ഈ മലപ്പുറത്തെ സ്ഥാനാർത്ഥി VP സാനു ഒരു ദുർബല സ്ഥാനാർത്ഥിയാണ് പല കോണുകളിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ആവശ്യമില്ലാത്ത ചർച്ചകളെന്ന് ഓരോ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് അവരല്ലേ. ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ആവശ്യമില്ലാത്ത ചർച്ചകളാണ്. ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നു. ഓരോ പാർട്ടികളെ സ്ഥാനാർത്ഥികൾ അവർ തീരുമാനിക്കും. ആളുകളുടെ ചെറുപ്പം വലുപ്പമൊക്കെ ഉണ്ടോ? ഏത് പൗരനും മത്സരം കുഞ്ഞാലിക്കുട്ടി അത്ര വലിയ ആളൊന്നുമല്ല. അത് നോൺസെൻസ് ആണ്. അതൊന്നും അല്ല. അത് ആ ചർച്ചയിലുണ്ടാക്കുക നിങ്ങൾ ഇത്ര രാവിലെ തന്നെ മെനക്കെട്ട് എനിക്ക് മറുപടി അറിയാൻ താല്പര്യമില്ല. ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളുണ്ടാവും. അതിനുവേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. പൊളിറ്റിക്കലായിട്ട് വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ മറുപടി പറയാം. ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വൈകുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനത്തെ ബാധിക്കുന്നത്? അത് LDF തുടങ്ങി. കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയല്ലേ. കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയാണ്. ആ നാഷണൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. BJP കണ്ടില്ലേ, അവർക്കും അതിൻ്റേതായ സമയവും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് 1.5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേരളത്തിൽ. ഈ നേരത്തെ പ്രഖ്യാപിച്ചാലാണ് ഇപ്പോൾ വളരെയധികം സമയം കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് വരാൻ 3-4 ദിവസം എടുത്തു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല. വന്നു കഴിയുമ്പോൾ അതിൻ്റേതായ എന്തൂസിയാസത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങും. ഈ മലപ്പുറം പൊന്നാനിയും കമ്പയർ ചെയ്യുമ്പോഴേ പൊന്നാനിയിൽ ഇപ്പോഴും UDF ഭിന്നത ഉണ്ടെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ധാരാളം വരുന്നുണ്ട്. ഒരു ഭിന്നത ഇല്ലാത്ത മണ്ഡലം ഇപ്പോൾ പൊന്നാനിയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവൻ തീർന്നു. നിങ്ങൾ വന്നോ, നാളെ വൈകിട്ട് 4 മണിക്ക് കാണാം. DC ഓഫീസിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നുണ്ട് പൊന്നാനി മണ്ഡലത്തിലെ കോൺഗ്രസ് ലീഗ് നേതാക്കൾ. മലപ്പുറം പൊന്നാനി അങ്ങയുടെ ഒരു മേൽനോട്ടത്തിൽ തന്നെ ആയിരിക്കും എല്ലാം അല്ലേ? അല്ല, അങ്ങനല്ല. അതിപ്പോൾ UDFൻ്റെ മേൽനോട്ടത്തിലായിരിക്കും. ഈ ജില്ലയിലായതുകൊണ്ട് 2 സ്ഥലത്തും എന്നെ നിങ്ങൾക്ക് കാണാം. അത് കുഴപ്പമില്ല. മറ്റൊരു പാർട്ടിയുടെ കാര്യമാണെങ്കിൽ പോലെ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നൊരു ആവശ്യമായിരുന്നു. ഉമ്മൻചാണ്ടി എന്താ ഈ ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന കുറച്ചുകൂടി ഒരു ആവേശം ഉണ്ടാകുന്നതാണോ അതിൻ്റെ അഭിപ്രായം? അല്ല, അത് വ്യക്തിപരമായ അഭിപ്രായം പറയാറായിട്ടില്ല. കോൺഗ്രസ് തീരുമാനിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇത് നല്ലതോ ഇല്ലെന്നുള്ളത്. അതിൻ്റെ മുമ്പ് പറയാൻ പറ്റില്ല. വേണുഗോപാലും കെ സുധാകരനൊക്കെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ വരുന്നുണ്ടല്ലോ, അത് UDFന് ക്ഷീണമാകുന്ന ഒരു തരത്തിലേക്ക് പോകുമോ? അല്ല, ഇതിനൊക്കെ സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാതെ നമ്മൾ കമൻ്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഓൾ ഇന്ത്യ ഉത്തരവാദിത്തമുള്ള വളരെ വലിയ ഉത്തരവാദിത്തമുള്ള ഒരാളല്ലേ KC വേണുഗോപാൽ. മത്സരിക്കണോ വേണ്ടേ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. നമുക്ക് നേരത്തെ പ്രഖ്യാപിച്ചതിന് കരുതിയാലും വൈകിയാണ് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മളെ പ്രചാരണങ്ങളൊക്കെ അതിനനുസരിച്ച് പ്ലാനിങ് ആയോ? എങ്ങനെയാണ് ഭാവി പരിപാടി? അല്ല, വളരെ വളരെ ഭദ്രമാണ്. നമുക്ക് കാണാം. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നത് ഈ ഒരു പ്രചരണത്തിൻ്റെയും പ്രശ്നമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണത്തിൻ്റെയും പ്രശ്നമില്ല. നമുക്ക് കാണാം ദുരിതപൂർണമായ ഒരു ജീവിതമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിന് ഉത്തരവാദികൾ ആര് എന്ന് ചോദിച്ചാൽ ഭരിക്കുന്ന 2 ഗവൺമെൻറ്റുകളാണ്, ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും. ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുമ്പിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ചെല്ലുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് 2 ഗവൺമെൻറ്റിനും എതിരായി ജനങ്ങൾ സീൽ ചെയ്യും, വോട്ട് ചെയ്യും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വേവ് ഉണ്ടാവും. പ്രചരണമൊക്കെ അതിൻ്റെ രീതിക്ക് നടക്കും. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പ്രഖ്യാപിച്ചില്ല, വളരെ കർശനമായ നിയന്ത്രണങ്ങളാണ്. പ്രചരണമൊക്കെ അതിൻ്റെ രീതിക്ക് നടക്കും. പ്രചരണത്തിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ല. ജനങ്ങളുടെ മൂഡ് ഈ 2 ഗവൺമെൻറ്റിനും എതിരാണ്. അതുകൊണ്ട് തന്നെ ഒരു UDF വേവ് പ്രതീക്ഷിക്കാവുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ കേരള കോൺഗ്രസ് വിഷയം ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ അവർ ഉടനെ തീരുമാനം പറയുന്നൊക്കെ പറയുന്നു. ഞാൻ അതിൽ ഇടപെട്ടൊരാളെന്ന രീതിയിൽ അല്ല, അത് തീരുമാനം വേഗം ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അവർ പിന്നെ ഈ കാര്യങ്ങളൊക്കെ അവരുടേതായ ഒരു ശൈലിയിൽ തീരുമാനിക്കും. പക്ഷേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ 3ാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് എന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അല്ല, അത് ഞാൻ തന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് കടന്നില്ല. ഇനിയിപ്പോൾ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലെ പ്രസക്തമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു UDF വേവ് ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ രൂപപ്പെടും.
ഇന്നത്തെ ഏറ്റവും ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. പൊന്നാനിയിൽ മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം അതും ക്ലോസ്ഡ് ചാപ്റ്റർ, നോ കമൻറ്റ്. ഇനി അതിനെ പറ്റി പാർട്ടി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മത്സരിക്കുക എന്നല്ലാതെ ഇപ്പം മലപ്പുറത്താണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.